ട്രിപ്പിൾസ് ആൻഡ് അവർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂകാംബികാ ദേവിയുടെ മുൻപിൽ എത്തി നിൽക്കുകയാണ് ഞങ്ങൾ. ഇത് സൗപർണിക നദി. കുടജാദ്രി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് സൗപർണിക. വരാഹി, കേതക, ചക്രകുബ്ജ നദികൾ സൗപർണികയിൽ ലയിക്കുന്നു. കുടജാദ്രിയിലെ ഗണപതി ഗുഹയിൽ ദീർഘകാലമായി തപസ് ചെയ്യുകയായിരുന്ന മൂകാസുരൻ്റെ മുൻപിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ഇതറിയാതെ മൂകാസുരൻ തപസ് തുടർന്നുകൊണ്ടേയിരുന്നു. മൂകാസുരൻ്റെ മുഖത്ത് തൻ്റെ കമണ്ഡലുവിലെ ജലം ബ്രഹ്മാവ് തളിച്ചു ഉണർത്തുകയും ജലം കുടിക്കാൻ നൽകുകയും ചെയ്തു. കുടിച്ചതിന് ശേഷം ബാക്കി വന്ന ജലം മൂകാസുരൻ തറയിലൊഴിച്ചു എന്നും അതിൽ നിന്നുമാണ് ഈ നദി ഉത്ഭവിച്ചതെന്നും കരുതപ്പെടുന്നു. ഗരുഡൻ തൻ്റെ മാതാവായ വിനതയുടെ സങ്കടമോക്ഷാർത്ഥം ഈ നദീതീരത്ത് തപസ് ചെയ്യുകയും തപസ്സിൽ സന്തുഷ്ടയായ ദേവിയോട് തൻ്റെ പേരിൽ ഈ നദി അറിയപ്പെടണമെന്നും ആവശ്യപ്പെട്ടു എന്നാണ് സങ്കല്പം. ഗരുഡൻ്റെ പേരാണ് സുപർണൻ. ഈ പേരിലാണ് സൗപർണിക എന്ന പേര് ഉണ്ടായത്. വേനലായതുകൊണ്ട് വെള്ളം കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുളിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ കുറച്ചു പേർ വന്ന് മീനുകൾക്ക് പൊരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടു. ഈ നദിയുടെ അടുത്ത് തന്നെ ഒരു ഗണപതി ക്ഷേത്രവുമുണ്ട്. കണ്ടില്ലേ, അവരങ്ങനെ പൊരി ഇട്ട് കൊടുക്കുകയാണ് മീനുകൾക്ക്. ഇവിടെ നിറയെ മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ തിരിച്ചു അങ്ങനെ ക്ഷേത്രത്തിലെത്തി. ഇത് ക്ഷേത്രത്തിലെ ഒരു വാദ്യോപകരണമാണ്. അങ്ങനെ ഞങ്ങൾ അകത്ത് തൊഴുതുകൊണ്ട് നിന്നപ്പോൾ ശീവേലിക്ക് സമയമായെന്ന് ജീവനക്കാർ പറഞ്ഞു. അകത്ത് തൊഴുതിറങ്ങി ഞങ്ങൾ സരസ്വതി മണ്ഡപത്തിൽ കയറി തൊഴുതു. അവിടെ കുട്ടികളൊക്കെ ഇരുന്ന് ഗാനാർച്ചന നടത്തുന്നുണ്ടായിരുന്നു. പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിട്ട് ദേവിയെ മഞ്ചലിലിരുത്തി ഒരു വട്ടം ചുറ്റി വന്ന് ഈ കാണുന്ന വെള്ളിപ്പല്ലക്കിലിരുത്തും. അതിലിരുത്തി ചുറ്റി വന്ന് സ്വർണ്ണരഥത്തിലും തുടർന്ന് വലിയ രഥത്തിലും ഇരുത്തി ശീവേലി നടത്തുന്നു. കുറുങ്കുഴൽ എന്ന വാദ്യോപകരണമാണ് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചെണ്ടമേളത്തിന് പകരം ഈ നാദം കേട്ടപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് ഞങ്ങൾക്കുണ്ടാക്കിയത്. ദേവലോകം നശിപ്പിക്കാൻ ശക്തിയും അമരത്വവും നേടാനായി കംഹാസുരൻ മഹാദേവനെ തപസ് ചെയ്യുന്നതിൽ പരിഭ്രാന്തരായ ദേവന്മാർ പരാശക്തിയെ അഭയം പ്രാപിച്ചു. തപസ്സിൽ പ്രീതനായി മഹാദേവൻ പ്രത്യക്ഷമായപ്പോൾ കംഹാസുരന്റെ നാവിൽ കുടിയേറിയ ഭഗവതി ഇയാളെ മൂകനാക്കിയത്രേ. മൂകനായ കംഹൻ വരമൊന്നും ചോദിക്കാതെ വന്നപ്പോൾ മഹാദേവൻ അപ്രത്യക്ഷനായി. ഇങ്ങനെ കംഹനെ മൂകനാക്കിയതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്ന പേര് വന്നതെന്നാണ് ഒരു വിശ്വാസം. കംഹൻ അതിനുശേഷം മൂകാസുരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. തപസ്സിൽ വിഘ്നം വന്നപ്പോൾ കോപിച്ച മൂകാസുരൻ ദേവലോകം ആക്രമിക്കുകയും ഭഗവതി എല്ലാ ശക്തിയും ആർജിച്ച് ശരീരം ധരിച്ച് മൂകാസുരനെ നിഗ്രഹിക്കുകയും ചെയ്തു. തുടർന്ന് ത്രിമൂർത്തികൾ ആദിപരാശക്തിയെ ഈ ഭാവത്തിൽ ഇവിടെ കുടിയിരുത്തി എന്നാണ് ഐതിഹ്യം. ശ്രീ ശങ്കരാചാര്യർ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ ഭഗവതിയെ അദ്ദേഹം കണ്ട രൂപത്തിൽ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന 4 കരങ്ങളോട് കൂടിയ ഭഗവതിയുടെ പ്രതിഷ്ഠ എന്നാണ് ഒരു വിശ്വാസം. ശ്രീ ശങ്കരൻ പ്രതിഷ്ഠ നടത്തി എന്നതാണ് മൂകാംബിക ക്ഷേത്രത്തിന്റെ പ്രത്യേകത. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിരുന്നു തൊഴാൻ. അവിടെ വലിയ തിരക്കായിരുന്നു. രാവിലെയും വലിയ തിരക്കായിരുന്നു. ഇതവിടെ ഉത്സവത്തിന് അലങ്കരിച്ച് വെച്ചിരുന്ന രഥങ്ങളാണ്. കുടജാദ്രി മലയിൽ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ആരൊക്കെ മൂകാംബിക ദർശനം നടത്തിയിട്ടുണ്ട്, കുടജാദ്രി മലയിൽ പോയിട്ടുണ്ട്, കമന്റ് ചെയ്യൂ.
അവിടുത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.